പശ്ചിമബംഗാളിൽ പല മണ്ഡലങ്ങളിലെ വോട്ടിംഗ് കണക്കുകൾ ശരിയാകാത്ത സാഹചര്യത്തിൽ വോട്ടർമാർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് 97% വോട്ട് പിടിക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന സംശയവും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സംശയം ഉന്നയിക്കപ്പെട്ട EVM മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന മുറി ഒന്നാകെ കത്തി മെഷീനുകളടക്കം നാമാവശേഷമായത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം 45 ദിവസം EVM മെഷീനുകളിലെ ഡാറ്റകൾ സൂക്ഷിക്കണമെന്നാണ് കണക്ക്. അതിനിടയിൽ ഫലപ്രഖ്യാപനത്തിൽ സംശയമുള്ളവർക്ക് റീകൗണ്ടിംഗ് ആവശ്യപ്പെടാമെന്നാണ് ചട്ടം. എന്നാൽ ബംഗാളിലെ ഫലം വന്ന് 40 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ കൂടിയാണ് EVMകൾ അഗ്നിക്കിരയാക്കിയിരിക്കുന്നതെന്നും കാണാൻ സാധിക്കും. കൊൽക്കത്തയിലെ അലിപൂർ മേഖലയിലുള്ള സൗത്ത് 24 പർഗാനാസ് ജില്ലാ പരിഷത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുന്ന 9 നിലകളുള്ള സർക്കാർ കെട്ടിടത്തിലാണ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്നത്. പല മണ്ഡലങ്ങളിലും വോട്ടിങ്ങിനെ സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ റീപോളിംഗിനുള്ള സാധ്യതകൾ അടയ്ക്കുവാനാണോ ഈ അട്ടിമറി എന്ന സംശയം വ്യാപകമായിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ തെളിവുകൾ കത്തിയമരുകയാണെന്ന രീതിയിൽ എഡിറ്റോറിയൽ കോളം വരെ എഴുതി കഴിഞ്ഞിരിക്കുകയാണ് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ. കൊൽക്കത്തയിലെ അതീവ സുരക്ഷയുള്ള അലിപൂരിലെ 9 നിലകളുള്ള ബഹുനില സർക്കാർ കെട്ടിടത്തിലാണ് അപകടം നടന്നത്. ഈ കെട്ടിടത്തിന്റെ 9ാം നിലയിലെ സ്ട്രോങ് റൂമിലാണ് 4000-ഓളം വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്നത്. കൺട്രോൾ യൂണിറ്റുകൾ, ബാലറ്റ് യൂണിറ്റുകൾ, വിവിപാറ്റുകൾ എന്നിവയാണ് ഇവിടെ കനത്ത പോലീസ് കാവലിൽ സംരക്ഷിച്ചു വന്നത്. കസബ, ജാദവ്പൂർ, ബഹല ഈസ്റ്റ്, ബഹല വെസ്റ്റ്, ഡയമണ്ട് ഹാർബർ തുടങ്ങിയ പ്രധാന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ഉപയോഗിച്ച മെഷീനുകളായിരുന്നു ഈ കത്തിപ്പോയത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലകളിൽ ആരംഭിച്ച തീ പിന്നീട് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച് മുകളിലത്തെ നിലകളിലേക്ക് അതിവേഗം പടരുകയായിരുന്നു. 15ഓളം ഫയർ എഞ്ചിനുകൾ മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപ്പോഴേക്കും നശിക്കപ്പെടണമെന്ന് ചിലർ ആഗ്രഹിച്ച കാര്യങ്ങൾ കത്തിയമർന്നിരുന്നു. ഈ തീപിടുത്തം ഒരു സാധാരണ അപകടമല്ലെന്ന സംശയം പശ്ചിമബംഗാൾ ഫയർ ആൻഡ് എമർജൻസി സർവീസസ് സഹമന്ത്രി കൗശിക് ചൗധരി തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. കെട്ടിടത്തിന്റെ 3ഉം 4ഉം നിലകളിൽ പടർന്ന തീ അതിനിടയിലുള്ള 5, 6 നിലകളെ കാര്യമായി ബാധിക്കാതെ നേരിട്ട് 7, 8, 9 നിലകളിലേക്ക് എങ്ങനെ പടർന്നു എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫയർഫോഴ്സിനെ വിവരമറിയിക്കാൻ വൈകിയതും അട്ടിമറി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ബംഗാൾ ഭരിക്കുന്നത് BJP സർക്കാരാണ്. ഏത് അന്വേഷണ സംഘം വന്നാലും അതെല്ലാം BJPക്ക് കീഴിലായതുകൊണ്ട് തന്നെ നീതി നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കൊൽക്കത്ത പോലീസിൽ നിന്നുള്ള 4 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് രംഗത്ത് വന്നത്. ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണോ അതോ തെളിവുകൾ നശിപ്പിക്കാൻ ആരെങ്കിലും ആസൂത്രിതമായി ചെയ്തതാണോ എന്ന് കണ്ടെത്താൻ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണമൊന്നും കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കുമോ എന്ന സംശയം TMC അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നുണ്ട്. EVMകൾ കത്തിയമർന്നത് രാജ്യത്തുടനീളം വലിയ രാഷ്ട്രീയ വടംവലികൾക്ക് കാരണമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ നശിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. CCTV ദൃശ്യങ്ങളും EVMകളും സംരക്ഷിക്കാൻ മുൻപ് കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ദുരന്തം നടന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം വിവാദങ്ങളെ പതിവ് പുച്ഛത്തോടെ BJP തള്ളിക്കളയുന്നു. ഇത് തങ്ങളുടെ വിജയം അംഗീകരിക്കാൻ കഴിയാത്ത പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ നാടകമാണെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് BJPയിൽ നിന്ന് ഉയരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ സുരക്ഷ എന്നത് ജനങ്ങളുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ 4000-ഓളം EVMകൾ ഒന്നിച്ച് കത്തിയമർന്ന സംഭവം കേവലം ഒരു അഗ്നിബാധയായി കണ്ട് തള്ളിക്കളയാനാകില്ല. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെയും ഫോറൻസിക് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം പുറത്തുവരികയുള്ളൂ. ജനാധിപത്യ പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കാൻ ഈ സംഭവത്തിൽ നിഷ്പക്ഷവും സമയബന്ധിതവുമായ അന്വേഷണം നിർണായകമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ.